നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ മൊഴി കള്ളമെന്ന് VSSCയുടെ അന്തിമ പരിശോധനാ ഫലം. പ്രതികൾ പറഞ്ഞതിലും കിലോ കണക്കിന് കൂടുതൽ സ്വർണം നഷ്ടമായെന്ന റിപ്പോർട്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാൻ SIT. പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ മറ്റൊരു ഫോട്ടോ കൂടി പുറത്ത്. 2 അല്ല 40 തവണ പോയാലും തുറന്നു പറയാൻ മടിയില്ല എന്ന് കടകംപള്ളി. വിശദീകരണവുമായി അടൂർ പ്രകാശും. വിവാദം വരുന്നതുവരെ പോറ്റിയെക്കുറിച്ച് മറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ലെന്നും ഈ ഗൂഢാലോചനയിൽ UDF അധികാരത്തിലെത്തുമെന്നും അടൂർ പ്രകാശ്. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ എന്ന MV ഗോവിന്ദൻ. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണക്കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ ED. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. രേഖകളില്ലാതെ 2 കോടി രൂപ ആന്റോ ആന്റണി എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് വെളിപ്പെടുത്തണമെന്ന് MV ഗോവിന്ദൻ. SNDP NSS ബന്ധം ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്നും മാധ്യമ വിചാരണയ്ക്ക് തന്നെ കരുവാക്കരുതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി സർക്കാർ മൂന്നാമതും വരാനുള്ള സാധ്യതയെന്നും വെള്ളാപ്പള്ളി. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലെത്തിയ ശേഷം BJPക്ക് മുന്നേറ്റമെന്നും BJPയുടെ വോട്ട് ശതമാനം കൂടുമെന്നും വെള്ളാപ്പള്ളി. വ്യാപാരം, സുരക്ഷ, പ്രതിരോധം അടക്കം മലേഷ്യയുമായി നിർണായകമായി 10 കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൗഹൃദ രാഷ്ട്രങ്ങളുടെ പിന്തുണ നിർണായകമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി. മലേഷ്യയിൽ ഒരു കോൺസുലേറ്റ് കൂടി തുറക്കുമെന്ന് പ്രധാനമന്ത്രി. സന്തോഷ് ട്രോഫിയിൽ കലാശ പോരാട്ടം അല്പസമയത്തിനകം. കേരളവും സർവീസസും നേർക്കുനേർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ VSSCയുടെ അന്തിമ പരിശോധനാ ഫലം SITക്ക് കൈമാറും. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കള്ളമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ അവ്യക്തതയുള്ളതിനാൽ SIT വീണ്ടും സാമ്പിൾ ശേഖരണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 പതിറ്റാണ്ടുകാലത്തെ ഇടപാടുകൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമതും സാമ്പിളുകൾ ശേഖരിച്ചത്. ഇവയുടെ പരിശോധനാ ഫലമാണ് VSSC അന്വേഷണ സംഘത്തിന് കൈമാറിയത്. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കളവാണെന്നും കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. കിലോ കണക്കിന് സ്വർണം കട്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. എന്നാൽ കട്ടിളപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുണ്ട്. പരിശോധനാ ഫലത്തിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യഥാർത്ഥത്തിൽ എന്താണ് ചിത്രമെന്ന് ഓർക്കുന്നില്ല എന്ന കടകംപള്ളി സുരേന്ദ്രൻ MLA. 1 അല്ല 10 തവണ പോയാലും പറയാൻ തനിക്ക് മടിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നത്. മൊമന്റോ കൊടുക്കൽ വലിയ സംഭവമല്ല. മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തുപോയി മൊമന്റോ കൊടുത്തിരുന്നതായും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഏതായാലും ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ആ മോളെ കണ്ട് ചോദിക്കുക, എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെന്റോ കൊടുത്തെന്ന് ചോദിക്കുക. എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യം എനിക്ക് രണ്ട് തവണ മറച്ചൊന്നും വെച്ചില്ല. 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടിയുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആർക്കും ഒരു കടലാസും കൊടുത്തിട്ടില്ല. ഞാൻ ആരോടും ഒന്നും സംസാരിച്ചില്ല. എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ്. ഞാനൊരു 10,000 മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ജയിച്ചെന്നറിഞ്ഞാൽ അങ്ങനെ പോയി മൊമെന്റോ കൊടുക്കുന്ന അതെ. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിൽ പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ചോദിച്ചാലോ മണ്ഡലത്തിൽ പുറത്തുള്ള കുട്ടിക്ക് കൊടുത്തുവിടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ല, വിവാദം വരുന്നതുവരെ പോറ്റിയെക്കുറിച്ച് മറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഗൂഢാലോചനയിൽ UDF അധികാരത്തിലെത്തുമെന്നും അടൂർ പ്രകാശ്. വ്യാജ വാർത്തകൾ പുറത്തുവിടാൻ ഉദ്യോഗസ്ഥരെ LDF തയ്യാറാക്കി നിർത്തിയിരിക്കുന്നുവെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. കള്ളന്മാരും ദുഷ്ടന്മാരും ആണെന്ന് മനസ്സിലാക്കിയാൽ അവരെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകളും ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മുഖഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അല്ല, ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണല്ലോ ഇത്. ഗൂഢാലോചന എങ്ങനെയൊക്കെ നടത്തിയാലും ഈ ഗൂഢാലോചനയിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ല എന്ന് മൊഴി നൽകിയ അടൂർ പ്രകാശ് ബംഗളൂരുവിലും വീട്ടിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയതായി മൊഴിയിൽ പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ SITക്കാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയത്. അതേസമയം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിന്റെ ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും വീട്ടിലും ബംഗളൂരുവിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സമ്മാനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട പഴയ മൊഴിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യും. അതേസമയം മുൻ ദേവസ്വം മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവാണെന്ന് ചിത്രം വ്യക്തമാക്കുന്നു. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വ്യാപ്തി കൂടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അന്വേഷണം UDF-ലേക്ക് എത്താതിരിക്കാനാണ് കേസിൽ ഉടൻ കുറ്റപത്രം നൽകണമെന്ന് UDF ആവശ്യപ്പെടുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരൊന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻ വിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് കോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണക്കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ആന്റോ ആന്റണി MPക്ക് 2019 2 കോടി രൂപ നൽകിയതായി NM രാജു വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രജിത്ത്, രാജു പറയുന്നു നൽകിയിട്ടുണ്ടെന്ന്, അത് വാങ്ങിയിട്ടുണ്ടെന്ന് ആന്റോയും സമ്മതിക്കുന്നുണ്ട്. EDയുടെ നീക്കമെന്താണ്? ആന്റോ പെടുമോ? നെടുമ്പറമ്പിൽ ക്രെഡിറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളാണ് ഇപ്പോൾ കൂടുതലായി ചർച്ചയാവുന്നത്. ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ നൽകിയതായാണ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ്സിന്റെ ഉടമയായിട്ടുള്ള NM രാജു വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ആ തുക താൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 കോടി രൂപയല്ല, തുക വ്യക്തമാക്കാതെ തന്നെ തുക നൽകിയിട്ടുണ്ട്, അത് വാങ്ങിയിട്ടുണ്ടെന്നും തിരികെ നൽകിയിട്ടുണ്ടെന്നും ആന്റോ ആന്റണിയും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ED ആന്റോ ആന്റണിയുടെ മൊഴിയെടുക്കാൻ തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ MN രാജുവിനെ ആദ്യം തന്നെ അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. കാരണം ഈ നിലവിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രിയുടെ കൈവശം 2 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ 2 കോടി രൂപയിലാണോ ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 ഈ തുക ആന്റോ ആന്റണിക്ക് നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുവോ, ഈ ഉപയോഗിച്ചെങ്കിൽ ഇതിന്റെ കണക്കുകൾ കാണിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമയെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ SITയും ഇപ്പോൾ ആന്റോ ആന്റണിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യും എന്നാണ് കൂടുതൽ ലഭിക്കുന്ന വിവരം. ഈ ഇടപാടുമായി കള്ളപ്പണ ഇടപാട് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ഈ 2 ഏജൻസികളും പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ആന്റോ ആന്റണി MPക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായി CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പണം കൊടുത്തെന്ന് NM രാജുവും വാങ്ങിയെന്ന് ആന്റോ ആന്റണിയും സമ്മതിച്ചു. ആന്റോയുടെ ബാംഗ്ലൂരിലെ ഭൂമി വിറ്റ് പണം തിരികെ നൽകാമെന്നാണ് NM രാജുവിനോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ ഭൂമി ഇടപാടുകളും പരിശോധിക്കണം. ആന്റോയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. പൈസ കൊടുത്ത NM രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. NM രാജുവിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോളും ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു.
SDP NSS ബന്ധം ഇനി ചർച്ചയാക്കേണ്ടതില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമ വിചാരണ അവസാനിപ്പിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയേ ഉള്ളൂ. വ്യക്തിപരമായി തേജാവധം ചെയ്യാനാണ് സ്വർണ്ണക്കൊള്ള കേസ് ഉപയോഗിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് കേരളത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്കാര് വോട്ടിംഗ് പെർസെന്റേജ് കൂടുതൽ വിളിക്കും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹം സാധിച്ചു. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ 10-30 സീറ്റ് കിട്ടും എന്നവർ അവകാശപ്പെടുന്നവൻ ശ്രമിക്കുമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരിക്കും. LDFും UDFും വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജമാത്ത് പോലെയുള്ള വർഗീയ സംഘടനകളെ കോൺഗ്രസ് വെള്ളപൂശുകയാണ്. മലബാറിലെ സംസ്കാരത്തെ തകർക്കുകയാണ് ജമാത്തിന്റെ ലക്ഷ്യം. ലീഗിനെയും ജമാത്ത് വിഴുങ്ങിയെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകൾ. ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടത്തുന്നത്. ഇപ്പൊ മാറി മാറി LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പങ്കുപറ്റി അവരുമായി ചേർന്ന് നിലപാടുകൾ എടുത്തിട്ടുണ്ട്, അവരുടെ സഹായം പറ്റി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷയടക്കം 10 മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ മലേഷ്യ ധാരണ. കരാറുകൾ ഒപ്പുവച്ചു. ഭീകരതയ്ക്ക് എതിരെ യോജിച്ച് പ്രവർത്തിക്കും. മോദിക്ക് മലേഷ്യയിൽ ആചാരപരമായ വരവേൽപ്പാണ് ലഭിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലെത്തിയത്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയമായ പെർദാനപുത്രയിലെത്തിയ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറുമാണ് നൽകിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, ദുരന്ത നിവാരണം, സെമി കണ്ടക്ടർ, വിദ്യാഭ്യാസം, തമിഴ് സിനിമയുടെ പ്രോത്സാഹനം അടക്കമുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനത്തിന് യോജിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. And one remarkable feat is this decision to use local currency as far as possible, and Bank Negara Malaysia and CBI has worked on this area. ആസിയാൻ കരാർ പുനഃപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हम आसियान के साथ पूरे इंडो पैसिफिक क्षेत्र में विकास, शांति और स्थिरता के लिए प्रतिबद्ध है. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കാസർഗോഡ് കുണിയയിൽ നടന്നുവരുന്ന സംസ്ഥാന 100ാം വാർഷിക സമ്മേളനം ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര് തുടരുന്നതിനിടയിലാണ് ഇരുവരും സംസ്ഥാന വേദിയിലെത്തുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കുക, മതരാഷ്ട്രവാദ മൗദൂദി ചിന്തകൾക്കെതിരെ ജാഗ്രത പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ സമസ്ത സമ്മേളനം പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൊച്ചിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൂരജ് ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൊച്ചി കളമശ്ശേരി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സൂരജ് ലാമയുടെ വെറുമൊരു മിസ്സിംഗ് കേസായി കാണരുതെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതികരിച്ചു. സൂരജ് ലാമയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീർണിച്ച അവസ്ഥയിലായതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. കൊച്ചിയിൽ തന്നെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂരജ് ലാമയുടേത് കേവലം തിരോധാന കേസല്ലെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. Please help us. Please, I'm requesting to you. Please, Kerala people, please help us. For my husband, I'm telling you, I'm going for do this murder case only.
ये हॉस्पिटल में अगर थोड़ा तो भी देखभाल करता था, थोड़ा तो भी एक बॉटल ड्रिप्स तो भी देता था, मेरा हस्बैंड बच जाता था. കളമശ്ശേരിയിലെ കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടിയ മൃതദേഹം ലാമയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന DNA പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കുവൈറ്റ് മദ്യദുരന്തത്തിലിരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണ് ലാമ കേരളത്തിലെത്തിയത്. കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെടുകയായിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹം കൊച്ചിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നു. എന്നാൽ പോലീസ് അടക്കം അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ കോടതി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച കേസ് കൂടിയാണ് ലാമയുടേത്. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രി എ ക്ലാസ് മത്സ്യമേ കഴിക്കുള്ളൂ എന്ന CPI നേതാവ് സി ദിവാകരന്റെ പ്രസ്താവന ഓർമ്മിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മത്സ്യങ്ങൾക്കിടയിൽ ക്ലാസ് എന്ന തരംതിരിവില്ല, പുസ്തകമാകുമ്പോൾ കുറച്ച് എരിവും പുളിയും വേണ്ടേ എന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. നേതാവ് സി ദിവാകരനെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി എ ക്ലാസ് മീനുകൾ മാത്രം കഴിക്കൂ എന്ന വ്യക്തിയാണെന്ന്. ചൂര കൊടുത്തിട്ട് കഴിച്ചില്ല, നെയ്മീൻ കൊടുത്തപ്പോൾ കഴിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മത്സ്യം എന്തായാലും എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഒന്നും തിരിച്ചിട്ടില്ല. എല്ലാ മത്സ്യവും നമ്മളെല്ലാം അങ്ങനെയല്ലേ കഴിക്കുന്നത്. ചില ആൾക്കാർക്ക് ചില മത്സ്യം ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ചില മത്സ്യങ്ങൾ ഇഷ്ടമുണ്ടാവില്ല. തൃശൂർ ദേശീയപാതയോരത്ത് മുല്ലക്കരയിലെ റെഫ്രിജറേറ്റർ AC റിപ്പയറിംഗ് സ്ഥാപനത്തിൽ തീപിടുത്തം. പഴയ സാധന സാമഗ്രികൾക്കിടയിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. രാവിലെ 11:30 തീപിടുത്തമുണ്ടായത്. തൃശൂർ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപത്തെ ആക്രിക്കടകളിലും തീപിടുത്തം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പ്രതികരിച്ചു. കോട്ടയം പാലായിൽ ബൈക്കിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി നാഗമറ്റത്തിൽ NS ശ്രീനാഥാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരി ശ്രീലക്ഷ്മിയെ ഗുരുതര പരിക്കുകളോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 9 പാല കടപ്പട്ടൂർ ബൈപ്പാസിലായിരുന്നു അപകടം. ശ്രീനാഥും ശ്രീലക്ഷ്മിയും പാലയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി മുസ്ലിം സംഘടനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ വിഭജനം മലപ്പുറത്തെ പ്രധാന പ്രചരണ വിഷയമാക്കാനാണ് വിവിധ സംഘടനകളുടെ നീക്കം. ജില്ല രൂപീകരിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക വളർച്ചയിൽ മലപ്പുറം ഏറെ പിന്നിലാണ്. ജില്ലയ്ക്ക് ആനുപാതികമായ പദ്ധതികളും ഫണ്ടും ലഭിക്കുന്നില്ലെന്നും ജില്ലയുടെ വളർച്ചാ മുരടിപ്പ് അവസാനിപ്പിക്കാൻ പുനഃക്രമീകരണം അത്യാവശ്യമാണെന്ന നിലപാടിലാണ് വിവിധ മുസ്ലിം സംഘടനകൾ. EK വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷികാഘോഷ സമ്മേളനത്തിൽ ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു പ്രമേയം ആവശ്യപ്പെട്ടത്. AP വിഭാഗം സംസ്ഥയും ജില്ലാ പുനഃക്രമീകരണം ആവശ്യമാണെന്ന നിലപാടുമായി സജീവമായി രംഗത്തുണ്ട്. ജില്ലാ വിഭജനം അജണ്ടയാക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നാണ് AP വിഭാഗം ആവശ്യപ്പെടുന്നത്. AP സംസ്ഥയുടെ പോഷക സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ടേബിൾ ടോക്കിലും ആവശ്യമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ വിഭജനം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മലപ്പുറത്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ് സംഘടനകളുടെ നീക്കം. അമൃത ന്യൂസ്, മലപ്പുറം. തൃശൂർ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭാഗമായ വസ്തുവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ വിപിൻ പാറമേക്കാട്ടിൽ. ഠാണയിലെ പഴയ ജയിൽ, CI ഓഫീസ് എന്നിവ നിൽക്കുന്ന സ്ഥലം സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ദേവസ്വം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവ്. വിപിൻ പാറമേക്കാട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് നിർണായക ഇടപെടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭൂമിയാണ് കാലങ്ങളായി ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട സ്വദേശിയും BJP സൗത്ത് ജില്ലാ സെക്രട്ടറിയുമായ വിപിൻ പാറമേക്കാട്ടിൽ നൽകിയ പരാതി പരിഗണിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസ് പരിഗണിച്ച കോടതി 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ട് 28 വകുപ്പ് പ്രകാരം വിഷയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം അധികൃതർ ചർച്ച നടത്തിയ ശേഷം തീരുമാനം വേണ്ടിവന്നാൽ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു. 1840 കൊച്ചി രാജാവ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ദേവസ്വത്തിന്റെ സ്ഥലത്ത് അനുമതി നൽകിയതാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ജയിലും മാറ്റി സ്ഥാപിച്ചതിനാൽ ഭൂമി ദേവസ്വത്തിന് തിരികെ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഇങ്ങനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പുറമ്പോക്കായി. ദേവസ്വത്തിന്റെ ഒരു സ്ഥലം പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ കളക്ടർ അടക്കമുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ചർച്ചയായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് വളരെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങളെ കളക്ടർ വിളിച്ചില്ല. അതായത് കളക്ടറുടെ അധികാരം ശരിവെക്കുന്ന രീതിയിൽ കളക്ടർക്ക് യാതൊരു അധികാരമില്ല ഈ ഭൂമി പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്. ദേവസ്വം ഭൂമിയാണ്.
ദേവസ്വത്തിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും 2024 ഓഗസ്റ്റിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ ഭൂമി പുറമ്പോക്ക് ഇനത്തിൽപ്പെടുത്തി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ഈ ഉത്തരവിറക്കുമ്പോൾ ദേവസ്വം കമ്മിറ്റിയെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ തലത്തിൽ ദേവസ്വം കമ്മിറ്റിയുമായി കാലങ്ങളായി നടത്തിയ കത്തിടപാടുകളിൽ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതും ജില്ലാ കളക്ടർ പരിശോധിച്ചില്ല. ഈ ഭൂമി ദേവസ്വത്തിന് തിരികെ ലഭിക്കേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ടിലെ 28-ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ അവകാശമുണ്ടെന്ന ഹർജിക്കാരന്റെയും ദേവസ്വം കമ്മിറ്റിയുടെയും വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവിട്ടത്. അതേസമയം ക്ഷേത്രത്തിന് ഭൂമി തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാൻറ്റീനിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 1:15 തീപിടുത്തമുണ്ടായത്. അടച്ചിട്ടിരുന്ന ക്യാൻറ്റീൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. 1.5 വർഷം മുമ്പാണ് ക്യാൻറ്റീൻ നവീകരണം നടത്തി പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 131ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ നദീതടത്തിൽ ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 8 നാൾ നീളുന്നതാണ് ആത്മീയ സംഗമം. ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി നിർത്തലാക്കാൻ തയ്യാറായതിന് പകരമായിട്ടാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനം. മിക്ക ഇന്ത്യൻ എണ്ണ കമ്പനികളും റഷ്യയ്ക്ക് പുതിയ ഓർഡറുകൾ നൽകുന്നില്ല. IOCയും BPCLും റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണ്. 1,50,000 ബാരലിൻ്റെ ഓർഡറുകൾ സ്വീകരിക്കുന്നതോടെ റിലയൻസ് ഇൻഡസ്ട്രീസും റഷ്യയുമായുള്ള വ്യാപാരം നിർത്തുമെന്നാണ് വിവരം. പുതിയ US കരാർ പ്രകാരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ആയിരിക്കും ഇനി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. പത്തനംതിട്ട പന്തളത്ത് പ്രവാസിയുടെ വീട്ടിൽ നിന്നും 50 പവൻ സ്വർണം കവർന്ന കേസിൽ 2 പ്രതികളെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും പിടികൂടി. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ട ഗണേഷ്, ഇസക്കി എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 29-നാണ് വീടിൻ്റെ വാതിൽ തകർത്ത് മോഷണം നടത്തിയത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന സമയം ഇവർ സഞ്ചരിച്ചിരുന്നത് വ്യാജ നമ്പറുകളുള്ള വാഹനത്തിലായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വിരട്ടി ഓടിച്ച് തെരുവ് നായ്ക്കൾ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. സമീപത്തെ സ്കൂളിൻ്റെ മുറ്റത്തുകൂടിയാണ് കാട്ടുപോത്ത് കടന്നു വരുന്നത്. പോത്തിനെ കണ്ടതോടെ നായ്ക്കൾ ചേർന്ന് വിരട്ടി ഓടിക്കുകയായിരുന്നു. തണ്ണിത്തോട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. തകർന്ന കെട്ടിടത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ വന്ന പലരും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകട കാരണം വ്യക്തമായിട്ടില്ല. കെട്ടിടം തകരുന്ന സമയത്ത് സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന് സൂചന. 1-ാം പ്രതി മരണസുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. മറ്റ് 4 പേരാണ് ഒളിവിലുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫാണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സംസ്ഥാനം വിടുന്ന രീതിയാണ് ഈ സംഘം സ്ഥിരമായി ചെയ്യാറുള്ളത്. ക്രൂരപീഡനത്തിന് സ്പായിലെ സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു. ഈ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺസുഹൃത്തിലേക്കും പോലീസ് അന്വേഷണം നീളും. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനും സാധ്യതയുണ്ട്. തിരുവല്ലയിൽ ഗുണ്ട കൂട്ടുകെട്ടുള്ള പോലീസുകാർ മാസപ്പടി പറ്റുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. കായിക വാർത്തകൾ നോക്കാം. സന്തോഷ് ട്രോഫി ഫൈനൽ ദാക്കുവ ഖാനെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. കേരളം കരുത്തരായ സർവീസസിനെയാണ് നേരിടുന്നത്. മത്സരത്തിൻ്റെ ആദ്യ 15 മിനിറ്റുകളിൽ തന്നെ ഇരു ടീമുകളും ആക്രമണം കടുപ്പിച്ചു. ആദ്യ 11-ൽ ഒരു മാറ്റവുമായിട്ടാണ് കേരളം ഇറങ്ങിയത്. വിഘ്നേഷിന് പകരം T ഷിജിനാണ് കളിക്കുന്നത്. 16-ാം ഫൈനൽ കളിക്കുന്ന കേരളം 8-ാം കിരീടം തേടിയാണ് ഇറങ്ങുന്നത്. സർവീസസിനും ലക്ഷ്യം 8-ാം കിരീടം തന്നെയാണ്. ഇന്ന് കപ്പ് നേടിയാൽ 8 തവണ ചാമ്പ്യന്മാരായ പഞ്ചാബിൻ്റെ നേട്ടത്തിനൊപ്പം കേരളത്തിനും എത്താൻ കഴിയും.